മക്കളെ ഏതാ ചെയ്യാൻ പോകുന്നത്? പ്രാക്ടിക്കൽ പ്രോബ്ലം പറയൂ. 25. ഇത് ചെയ്താൽ നമ്മൾ ഏത് കഴിഞ്ഞു? ഫിക്സഡ് ഓവർ ഹെഡ് ഓവർ, പിന്നെ ഏതാ? സെയിൽസ് വാല്യൂസ്. ഇറ്റ്സ് വെരി ഈസി അല്ലേ? യെസ്. അപ്പോൾ നോക്കാം. എന്താ കാണാൻ പറഞ്ഞുള്ളത്? ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ലോജിക്കലി കണ്ടെത്തി. ഡേയ്സ് പറഞ്ഞു. അങ്ങനെ ലോജിക്കലി കണ്ടെത്തേണ്ടതുണ്ടോ എക്സാമിന്? ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് അത് വിദഗ്ധമായി കുട്ടികളെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ചിന്താമണ്ഡലങ്ങളെ മറ്റൊരു ആംഗിളിലേക്ക്, തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമുക്ക് അതിനെ കണ്ടാൽ ബി പോസിറ്റീവ്. അപ്പോൾ എന്താ കാണേണ്ടതെന്ന് പറഞ്ഞേ? ഫിക്സഡ് പറയൂ, ഓവർ ഹെഡ് പറയടാ, കലണ്ടർ വാരിയൻസ്. എന്തോ പ്രശ്നമുണ്ടല്ലോ, പിന്നെ വീണോ കയ്യിൽ? 1 അല്ലല്ലോ, ഏതായിരുന്നു? 5 - 3. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫില്ല് ചെയ്യണം? 5ഉം 3ഉം. 5 എന്താ? പോസിബിൾ ഫിക്സഡ് ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഇൻറ്റു ആക്ച്വൽ ഡേയ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഡേയ്സ്. അടുത്ത ഏതാ? 3 ഏതാ? 3 ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നത്? 1,50,000 ഇൻറ്റു ആക്ച്വൽ ഡേയ്സ് എത്രയാണ്? 24. ബഡ്ജറ്റഡ് ഡേയ്സ് എത്രയാണ്? അപ്പോൾ എത്ര വരും? 1,44,000. അടുത്തേതാ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. എത്രയാ? പിന്നെ എന്തിനാ മറ്റേ കാൽക്കുലേഷനൊക്കെ ചെയ്തല്ലേ? വെറുതെ ചെയ്ത് നോക്കുക. ഓക്കെ ശരി. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് വരാം? 6,000. ഏതാ? അഡ്വാൻസ്. അപ്പോൾ ഇവിടെ 6,000 എന്ത് എഴുതാം? അഡ്വാൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഫോർ എ നോളജ് ആവശ്യമില്ല ഇവിടെ.